നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 479th day. Today 6th chapter 79th ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 479 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 79ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ധാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാം അധ്യായത്തിലെ 79ാമത്തെ ശ്ലോകം. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേത ബോധനാ. വൈകുണ്ഠസ്ഥോ യത കൃഷ്ണോ ശ്രവണാദ്യസ്യ ലഭ്യതേ. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേത ബോധനാ. വൈകുണ്ഠസ്ഥോ യത കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യതേ. ഓം തത്സത്. അല്ലയോ തപോധനന്മാരെ, സനകാദികളെയാണ് ഇപ്രകാരം സംബോധന ചെയ്യുന്നത്. ഭാഗവത കഥാശ്രവണം സർവധർമ്മങ്ങളിൽ വെച്ചിട്ടും ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേ തപോ. ഏറ്റവും പരമമായിട്ടുള്ളത്, പരമമായി മാനിക്കപ്പെടുന്നത് ശ്രീമദ് മഹാഭാഗവത ശ്രവണമാണെന്ന് ഞാൻ കരുതുന്നു. എന്തെന്നാൽ ഭാഗവത ശ്രവണം ഒന്നുകൊണ്ട് തന്നെ വൈകുണ്ഠവാസിയായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കുവാൻ സാധിക്കും. ഏതൊന്നിനാലാണോ സർവത്ര ശ്രേഷ്ഠമായ ഒരു സ്ഥലത്തെ പ്രാപിക്കാൻ കഴിയുന്നത്, അതാണ് നാം സർവശ്രേഷ്ഠമായിട്ട് കരുതുന്നത്. ശ്രീമദ് മഹാഭാഗവതം കേൾക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ശ്രീകൃഷ്ണനെ പ്രാപിക്കാൻ സാധിക്കും. വൈകുണ്ഠവാസിയായ ശ്രീകൃഷ്ണനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ഭഗവാനെ പ്രാപിച്ച് വീണ്ടും ഈ ജന്മമരണങ്ങളിൽ നിന്നും മോചനം നേടുക എന്നാണ്. വീണ്ടും വീണ്ടും ഈ ജനന മരണങ്ങളിൽ പെട്ടുഴലാതെ എന്നേക്കുമായിട്ട് ആ ഭഗവാനെ പ്രാപിക്കലാണ് എല്ലാത്തിൻ്റെയും മൂലമായ ആഗ്രഹം. എല്ലാവർക്കും വേണ്ടത് അതാണ്. ആ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി ശ്രീമദ് മഹാഭാഗവതം ശ്രവിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ശ്രീമദ് മഹാഭാഗവത ശ്രവണം സർവധർമ്മത്തിൽ വെച്ചും ശ്രേഷ്ഠമാണെന്ന് ഞാൻ കരുതുന്നു. അല്ലയോ തപോധനന്മാരെ എന്ന് ശ്രീനാരദർ ഇവിടെ പറയുകയാണ്. അപ്പോൾ നമുക്ക് ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മുഖ്യത്വം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേത ബോധനാ. വൈകുണ്ഠസ്ഥോ യത കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.